അതെ, പെരുന്നാള് അടുത്തെത്തിയിട്ടുണ്ട് ട്ടോ. ഈ പെരുന്നാൾക്ക് നമുക്കൊന്ന് സ്റ്റാർ ആവണ്ടേ? അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ തയ്യാറാക്കുന്നത് എന്താണെന്നറിയോ? ദേ ഈ ഒരു ഐറ്റം തന്നെയാണ് ബിസ്കോഫ് ചീസ് കേക്ക്. അപ്പോൾ ഇത് കഴിച്ചവർക്ക് അറിയാലോ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എത്രത്തോളം ഉണ്ടെന്ന്. ശരിക്കും പറഞ്ഞാലേ രുചി അറിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിനങ്ങ് വിടത്തില്ല അല്ലേ? അത്രയും ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് നോക്കിയാലോ? മിക്സിയുടെ ജാറിലേക്ക് ഒരു 200 ഗ്രാമോളം ബിസ്കോഫ് എടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇതിലേക്ക് മെൽറ്റ് ചെയ്ത ബട്ടർ ഒരു 50 ഗ്രാം ചേർത്തിട്ട് ഒന്നുകൂടെ നമ്മളൊന്ന് പൊടിച്ചെടുക്കാം. ഇത് നമുക്ക് ഏത് ട്രേയിലാണോ നിങ്ങളിത് സെറ്റ് ചെയ്യാൻ വെക്കുന്നത് അതിലേക്ക് അങ്ങ് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് നമുക്ക് ബിസ്കോഫിൻ്റെ സ്പ്രെഡ് കൂടെ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന് കാരമൽ ചെയ്തെടുക്കുക. ഇനി മിക്സിയുടെ ജാറിലേക്ക് ഒരു 15 ബിസ്കോഫ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടറും ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കിയ ആ കാരമൽ സോസ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കൂടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു അര കപ്പ് ഫ്രഷ് ക്രീമും ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ. ഇനി ഞാൻ ഒന്നുകൂടെ ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ കൂടെ ബട്ടർ കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ അടിച്ചെടുത്ത് ഇതേ നമ്മുടെ സ്പ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ പുറത്തുനിന്ന് നല്ല വില കൊടുത്ത് വാങ്ങുന്നത്. ഇതിൻ്റെ സെക്കൻഡ് ലെയർ ഒന്ന് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 200 ഗ്രാമോളം ക്രീം ചീസ് എടുത്ത് ഒന്ന് നമ്മളിതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കണ്ടൻസ് മിൽക്ക് ഒരു 100 ഗ്രാമോളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് വിപ്പിംഗ് ക്രീം 1/4 കപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടെ നമ്മൾ ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് ഒന്ന് പകുതി ആവുന്ന സമയത്തെ നമ്മൾ ഇതിലേക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സ്പ്രെഡ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ഏകദേശം ഒരു 5 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കി നമ്മളവിടെ മാറ്റി വെക്കണം കേട്ടോ. എന്നിട്ട് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇതുപോലെ സ്റ്റിഫായി വരുന്ന സമയത്ത് നമുക്ക് ബീറ്റിംഗ് നിർത്താം. ഇനി ഈ ഒരു കൂട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബിസ്കോഫിൻ്റെ ഫസ്റ്റ് ലെയർ ഉണ്ടല്ലോ അതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നല്ല പോലെ അങ്ങ് ലെവൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമുക്കിതൊന്ന് തണുപ്പിച്ചെടുക്കണം. തണുപ്പിക്കുന്നതിൻ്റെ മുൻപ് നമ്മൾ ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ഒഴിക്കരുത് കേട്ടോ. കാരണം ഈ ക്രീമും സ്പ്രെഡും കൂടെ ഒരുമിച്ച് അങ്ങ് മിക്സായി പോവുകയെ. അപ്പോൾ ആ ഭാഗം നമ്മൾ തണുപ്പിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ സ്പ്രെഡ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതുകൂടെ ഒന്ന് ഇതുപോലെ അങ്ങ് ലെവൽ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതും ഒന്ന് നമുക്ക് തണുപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇതുപോലെ കഴിക്കണമെങ്കിൽ കഴിക്കാം. പക്ഷെ ഒന്നുകൂടെ നമ്മളതിനെ മൊഞ്ചാക്കണ്ടേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബിസ്ക്കറ്റ് തന്നെ ഒന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ അതിൻ്റെ എല്ലാ ഭാഗത്തും ആക്കി വെക്കുക. നടുക്ക് ഇതുപോലെ ഒരു പീസും കൂടെ അങ്ങ് വെച്ച് കൊടുത്താലേ വേറെ ഒരു ഡെക്കറേഷനും വേണ്ട. അപ്പോഴേ ഇതിൻ്റെ രുചി ഞാൻ പറയണ്ട കേട്ടോ. ഇത് കഴിച്ചവർക്കറിയാം ഇതിൻ്റെ രുചി എത്രത്തോളം ഉണ്ടെന്ന്. അത്രയും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ പെരുന്നാൾക്ക് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റം തന്നെയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും ഇതിൻ്റെ അഭിപ്രായങ്ങൾ കൂടെ അറിയിക്കണ്ടേ? അപ്പോൾ അതും അറിയിക്കണം. ഇനി നിങ്ങൾക്കിത് തയ്യാറാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. എന്നാൽ നിങ്ങൾക്ക് ഏത് സമയത്തും അത് തയ്യാറാക്കാമല്ലോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും. അങ്ങനെ ഉള്ളവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.